ഹായ്. നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. അതിനുള്ളിൽ ഏകദേശം 26, 27 കമ്പനികളെ നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ആയിട്ടും അല്ലാതെ തന്നെ ബിസിനസ് അനാലിസിസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കമ്പനികൾ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള, അതായത് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള, ഹൈ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചെറിയ സ്മോൾ ക്യാപ് കമ്പനികളാണ്. ഇനിയിപ്പോൾ ഈ മാസം തീരാനായിട്ട് ഏകദേശം 13-14 ദിവസങ്ങളാണുള്ളത്. അതിനുള്ളിൽ നമുക്ക് മിനിമം ഒരു 5 to 10 പുതിയ കമ്പനികളോട് നമുക്ക് ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കമ്പനിയെ പറ്റി ഇവിടെ ഈ ചാനൽ ഡിസ്കസ് ചെയ്താൽ നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാനായിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ ഈ ബിസിനസിനെ പറ്റി അനാലിസിസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കമ്പനികളുടെ റിസൾട്ടുകളെ പറ്റി സംസാരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ സംസാരിക്കുന്ന കമ്പനികളെ പറ്റിയിട്ട് നമ്മൾ വരുന്ന ക്വാർട്ടറുകളിലെല്ലാം അവരെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ബിസിനസ്സിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ട്രാക്ക് ചെയ്യും. അതെല്ലാം ഇവിടെ തന്നെ ഷെയർ ചെയ്യാണ്ട് പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില ഇപ്പോൾ നമ്മളൊരു കമ്പനി ഇവിടെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന ആളുകളിലെല്ലാം നമ്മൾ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കമ്പനിയെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. പിന്നെ അവരുടെ ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കും. എന്താണ് ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്നുള്ള കാര്യം വരുന്ന ഒരു 5-6 മാസത്തിൽ ഈ ഒരു ചാനലിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ആക്റ്റീവ് ഇൻവെസ്റ്റർ ആണ്, അതുകൊണ്ട് ഫുൾ ടൈം ഈ കമ്പനികളെ ഞാൻ ട്രാക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റുകൾ വന്നാലും ഇതുപോലെ തന്നെ ഓരോ ക്വാർട്ടറിലെ റിസൾട്ടുകൾ വരുന്ന സമയത്തും ഇതിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിനെ കഴിഞ്ഞ് ഈ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ സെയിൽസിൽ എന്ത് മാറ്റം വന്നു, കുറച്ചുകൂടി ബെറ്റർ ആയ കമ്പനി, അതോ പെർഫോമൻസ് മോശമായോ, അതോ പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടരുവാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ കമ്പനികളെ അനലൈസ് ചെയ്യാന്നുള്ള ധാരണ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ പറഞ്ഞു തന്നാൽ ഇത് ഇപ്പം ഒരാൾക്ക് മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ എന്താണ് ഈ കമ്പനികളെ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടുപോകുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഈ കമ്പനികളെ ഒരേപോലെ ട്രാക്ക് ചെയ്ത് പോയാൽ അടുത്തൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമ്പനികളെ ട്രാക്ക് ചെയ്യാനായിട്ടും സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി സ്വന്തമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ കമ്പനികളെ ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അതായത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പനികളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കൊരു 3-4 ക്വാർട്ടറിന്റെ റിസൾട്ടുകൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് മാർക്കറ്റ് നമ്മുടെ അനുകൂലമായിട്ടാണ്, അതായത് മാർക്കറ്റ് ആ ഒരു രീതിയിൽ ചെറിയൊരു ബുൾ റൺ ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ അതിന്റെ റിഫ്ലക്ഷൻ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോയി അതിനുശേഷം ഇപ്പോൾ സൈഡ് വേസ് ആയിട്ടാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ മാർക്കറ്റിൽ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാം, അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഒന്നുകൂടെ താഴേക്ക് വന്നതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് കയറിപ്പോൾ. അപ്പോൾ 2 വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റ് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മാക്സിമം പോയ മാർക്കറ്റ് ഒരു 10% വരെയൊക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തായിരിക്കും പോകുന്നത്. സോ ഇതിപ്പോൾ 10% താഴെ പോയാൽ പോലും നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും തരുന്ന കമ്പനികളെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, അവർ കഴിഞ്ഞപ്പോൾ ഒരു വർഷമായിട്ട് ചിലപ്പോൾ അതേ രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ ഒക്ടോബർ നവംബർ സമയത്ത് അവരുടെ ഉണ്ടായിരുന്ന പി റേഷ്യോ ഇപ്പോഴത്തെ പി റേഷ്യോ കമ്പയർ ചെയ്താൽ ഒരുപാട് താഴേക്ക് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവരുടെ പ്രൈസ് കൂട്ടിയിട്ടില്ല, ചെറിയ രീതിയിൽ കറക്ഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ സെയിം ടൈമിൽ ഈ കഴിഞ്ഞ 4 ക്വാർട്ടറിലായിട്ട് ഇവരുടെ റിസൾട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 50%, 100% ഗ്രോ ചെയ്ത കമ്പനിയുടെ പി റേഷ്യോ ഒക്കെ ഹാഫ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ മനോരമ ഇൻഡസ്ട്രീസ് നമ്മളിവിടെ ട്രാക്ക് ചെയ്തൊരു കമ്പനിയാണ്. അവരുടെ പി ഏകദേശം മാർച്ചിൽ എനിക്ക് തോന്നുന്നത് 80 മുകളിൽ ഉണ്ടായിരുന്ന പി ആണ്. ഇപ്പം നോക്കിയാൽ പ്രൈസ് അവിടുന്ന് ചെറുതായിട്ട് മുകളിലേക്കേ പോയിട്ടുള്ളൂ. അതിനുശേഷം പോലും കമ്പനിയുടെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അറൗണ്ട് 45 അങ്ങനെ എന്തോ ആണ് ഇപ്പോഴത്തെ പി റേഷ്യോ. അതിന് ഇപ്പോഴത്തെ ഫോർവേഡ് പി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 40 താഴെയാണ്. ഒന്നാലോചിച്ച് നോക്ക്, 60-70% മുകളിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഫോർവേഡ് പി ഇപ്പം 40 താഴെയുണ്ട്. അതായത് FMCG സെക്ടറിൽ തന്നെ ഇത്ര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന, ഇത്ര നല്ല രീതിയിൽ ക്യാപെക്സ് ചെയ്യുന്ന വേറെ കമ്പനി ഒന്നുമില്ല. അതുതന്നെയല്ല അവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് നാളായിട്ട് തന്നെ. അവരുടെ ബിസിനസ് മോഡൽ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ്. സോ ആ രീതിയിൽ ഗ്രോ ചെയ്യുന്ന കമ്പനികൾ പലതിന്റെ പി റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു 3-4 മാസത്തേക്ക് മാർക്കറ്റ് ഇതേപോലെ തന്നെ തുടർന്നാൽ, ഈ കമ്പനികൾ ഇതേപോലെ തന്നെ പെർഫോം ചെയ്യുകയോ ചെയ്താൽ ഇവരുടെ പി റേഷ്യോ ഇതിനും വീണ്ടും താഴേക്ക് വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെല്ലാം ഈ നല്ല കമ്പനികളിലേക്ക് എന്തായാലും ഒരു പൊസിഷൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കിയാൽ ഇൻ കേസ് മാർക്കറ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് 10% താഴെ പോയാൽ പോലും ഈ ഹൈ ഗ്രോത്ത് ഉള്ള പല കമ്പനികളും ആ ഒരു രീതിയിൽ 10% താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ ഇവർ വേണമെങ്കിൽ സൈഡ് വേസ് ആയിട്ട് നിന്നിരിക്കാം. പിന്നീട് മാർക്കറ്റ് ഇപ്പോൾ 6 മാസം കൂടെ താഴേക്ക് പോയെന്ന് വെച്ചാൽ, 6 മാസം കൂടെ താഴേക്കാണ് പോകുന്നതെങ്കിൽ 6 മാസം കഴിയുമെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തൊരു 15 ദിവസത്തിൽ അടുത്ത റിസൾട്ട് വരാൻ തുടങ്ങും. Q3 റിസൾട്ട് ജനുവരി 1 തൊട്ട് റിസൾട്ടിന്റെ അപ്ഡേറ്റുകളും പുതിയ റിസൾട്ടുകളും വരാനായിട്ട് തുടങ്ങും. അതിനുശേഷം മാർച്ച് ആകുമ്പോൾ അടുത്ത റിസൾട്ടും, ജൂൺ ആകുമ്പോൾ അടുത്ത Q1 റിസൾട്ടും വരാൻ തുടങ്ങും. അതായത് അടുത്ത 6 മാസത്തിൽ ഇനിയിപ്പോൾ ഒരു 3 റിസൾട്ട് കൂടെ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പുതിയ റിസൾട്ടുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മിക്കവാറും കമ്പനികളിലൊക്കെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവരുടെ ഏണിങ്സ് കൂടും. കഴിഞ്ഞൊരു 1 ഇയറിൽ ആ രീതിയിൽ നിഫ്റ്റിയിലൊന്നും ഏണിങ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഹൈ ഗ്രോത്ത് ഉള്ള പല കമ്പനികളിലും പണ്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഏണിങ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന പല കമ്പനികളും നല്ല പിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അവരുടെ വാല്യൂഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു 6 മാസം കൂടി ഇതുപോലെ തന്നെ തുടർന്നാൽ ഇവരുടെയൊക്കെ വാല്യൂഷൻസ് നല്ല രീതിയിൽ കുറയും, ഇവരൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു ബുൾ റൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന 1-2 വർഷം ചിലപ്പോൾ ഒരു ബുൾ റൺ ഒക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് വരും. ആ രീതിയിൽ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സസ്റ്റെയിൻ ചെയ്തെന്ന് വരാം. പക്ഷേ ഇതൊന്നും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികൾ കണ്ടുപിടിക്കുക, അവരിൽ നമ്മൾ കൃത്യമായിട്ട് അവരെ ട്രാക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കത് നല്ല ഗ്രോത്ത് തരാൻ സാധ്യതയുള്ളത് നമ്മുടെ റിസ്കിനെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
നമ്മൾ അവരെ ട്രാക്ക് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനത്തെ കമ്പനികൾ എന്തായാലും നല്ല ബുൾ റൺ വന്നാൽ അവർ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും നല്ല കമ്പനികളാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും നല്ല കമ്പനികൾ ഫൈൻഡ് ചെയ്തിട്ട് ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നിരുന്നതെന്ന് വെച്ചാൽ ഈ ചാനലിൽ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കമ്പനികളെ പറ്റിയിട്ട് പരമാവധി കമ്പനികളിൽ വരുന്ന അപ്ഡേറ്റുകളെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. മിനിമം നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിന്റെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ അതെല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളും ഇതിന് കൂടെ തന്നെ ഈ കമ്പനികളെ വെറുതെ ഈ വീഡിയോ കണ്ടുപോകുന്നതല്ലാതെ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ കമ്പനികളെ ട്രാക്ക് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും എടുക്കും നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ട്രാക്ക് ചെയ്ത് തുടങ്ങിയാൽ അടുത്തൊരു ബുൾ റൺ ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത മാസം തൊട്ട് ചിലപ്പോൾ മാർക്കറ്റ് വേണേൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്ക് അല്ലെങ്കിൽ ഈ മാസം തന്നെ ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും, നമുക്കറിയാൻ പറ്റില്ല അത്. പക്ഷേ നമ്മളത് ട്രാക്ക് ചെയ്ത് തുടങ്ങി നമ്മൾ കമ്പനികളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ബുൾ റൺ വരുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഈ ചാനലിൽ പുതിയ പുതിയ ബിസിനസ്സുകളെ പറ്റി സംസാരിക്കാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് പുതിയ പുതിയ കമ്പനികൾ നമുക്ക് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.